പാവപ്പെട്ട ഞാൻ ഏകദേശം 13 വർഷക്കാലമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സാന്ത്വന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അതിലുപരി ഒരു ആംബുലൻസിലെ ഡ്രൈവറും കൂടിയാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ സമ്പത്തുകളെല്ലാം നമ്മൾ ഒരു കൂട്ടി വെച്ച് നമ്മുടെ സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ സ്വർണവും പണവും എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമേ നമ്മുടെ മക്കളുടെ കല്യാണം നടത്താൻ നമ്മൾ തയ്യാറാവുകയുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മക്കളുടെയും കല്യാണം നടക്കുകയില്ല എന്ന കാര്യം നാം ഓർക്കണം. നാമൊക്കെ വീട്ടിലെ പെരുന്നാളുകളും നോമ്പുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പുതുവസ്ത്രങ്ങളെല്ലാം നാം വാങ്ങി വെക്കാറുണ്ട്. ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക ആ പുതിയ വസ്ത്രങ്ങളെല്ലാം നമുക്കെടുക്കാൻ പറ്റും, നമുക്കതെല്ലാം കൊടുത്ത് പെരുന്നാളിന് കൂടാൻ പറ്റും എന്ന് ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക? നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും വാങ്ങി വെക്കാൻ പറ്റിയ ഒന്നുണ്ട്. അത് 3 കഷ്ണം തുണിയാണ്, നമ്മുടെ കഫം പുടവയാണ്. ഒരു ദിവസം നമുക്കത് ഉപയോഗപ്പെടും. പക്ഷെ ആ രൂപത്തിൽ നമ്മുടെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ അപ്പോഴും അഹങ്കരിക്കുകയാണ്. എൻ്റെ എല്ലാ ജീവിതവും കഴിഞ്ഞ് ഞാൻ എല്ലാ വിഷയത്തിനും തികഞ്ഞ ഒരാളാണ് എന്ന ഒരു മനോഭാവം മനുഷ്യ ഹൃദയങ്ങളിൽ വന്നുകൂടിയെടുത്താണ് നമ്മൾ ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സമ്പത്ത് കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് കരുതിയ ഒരു സമൂഹം, എൻ്റെ സമ്പാദ്യം കൊണ്ടും എൻ്റെ സമൂഹത്തിനെ കൊണ്ടും ഒരുപാട് സംവിധാനം ചെയ്തെടുക്കാമെന്ന് പറ്റിയ ഒരു സമൂഹം. എന്തേ കേരളം ലോകമൊട്ടാകെ വിറപ്പിച്ച 2 പ്രളയങ്ങളെല്ലാം കഴിഞ്ഞുപോയി. കോവിഡ് എന്ന മഹാമാരി കഴിഞ്ഞുപോയി. വീട്ടിൽ കിടക്കുന്ന 4ഓ 5ഓ കാറുകൾ, കോടികൾ വില മതിക്കുന്ന കാറുകൾ സ്വന്തം വാപ്പ മക്കൾക്ക് വാങ്ങിക്കൊടുത്തതാണ് എങ്കിൽ ആ മക്കൾ ബാപ്പയുടെ മയ്യത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു PP കിറ്റ് ഇട്ടിട്ട് പോലും ആ മയ്യത്ത് മറവ് ചെയ്യാൻ പള്ളിക്കാട്ടിലേക്ക് വരാത്ത കേരളമാണ് നമ്മുടെ രാജ്യം. പള്ളിയുടെ സ്ഥലം കൊടുത്തത് ആ ഉപ്പ, വീട് ബംഗ്ലാവ് കെട്ടിയത് ആ ഉപ്പ, മക്കൾ സഞ്ചരിക്കുന്ന കോടികൾ വില മതിക്കുന്ന കാറുകൾ. എന്നിട്ട് സാന്ത്വനത്തിൻ്റെ 8ഓ 10ഓ വളണ്ടിയർമാർ, പാവങ്ങൾ, ഞങ്ങൾ രാത്രി 2:30 മണിക്ക് ഓരോ ഖബർസ്ഥാനികളിൽ നിന്നും എണീറ്റ് വരുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ക്യാഷ് നീട്ടുകയാണ്. ക്യാഷ് തന്നാൽ തീരാവുന്ന ഒരു പണിയാണ് എന്ന് കരുതിയവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സാന്ത്വനത്തിൻ്റെ കേരളത്തിലും ലോകത്തുമുള്ള ഒരൊറ്റ പ്രവർത്തകൻ പോലും 1 രൂപ പോലും, നിങ്ങളുടെ നയാ പൈസ പോലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വർഗം മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.